ചാത്തന്നൂരിൽ വെട്ടേറ്റ രാജീവാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന്? ഇന്ന് വൈകുന്നേരം 7 എൻ്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ അടയ്ക്കാനായിട്ട് പോവാം. ചാത്തന്നൂർ വരിഞ്ഞത്താണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ചെന്ന സമയത്ത് മുക്കിൽ നിന്ന് ബഹളം കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അതിന് തൊട്ടടുത്തല്ലേ എന്നാൽ ഇവനാ ഈ പറയുന്ന വിഷ്ണു. ആരാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ആളാ. ഇവൻ പുള്ളിയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. കുത്തിയതായിരുന്നു, കത്തിക്ക് കുത്തുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവനാണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കിടന്നത്. അപ്പൊ ഇവിടെ രാജീവണ്ണാന്ന് വിളിക്കുന്നു. രാജീവണ്ണ നിൽക്കി നിന്ന് ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനോ ഒഴിവാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉടക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിന്നോട് ഒന്നും പറയാനും ഇല്ല, ഞാനൊന്നും വരുന്നില്ല. തിരിഞ്ഞപ്പോൾ എന്താ നിന്റെ വായിൽ വാഴയ്ക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു. മുൻവൈരാഗ്യങ്ങളൊന്നും ഇല്ല, രാഷ്ട്രീയമായ വൈരാഗ്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള പുള്ളി ഡിവൈഎഫ്ഐ പ്രവർത്തനാണ്. ബിജെപി പ്രവർത്തകനാണ്. ഒരു 2 കേസിന് കള്ളമൊഴി കൊടുത്ത് ലാസ്റ്റ് കോടതി വെച്ചത് ഇതിനു മുമ്പേ. പിന്നെ അതും രാഷ്ട്രീയപരമായ കേസാണ്. അവിടെ എന്തെങ്കിലും ഇവര് കള്ളമൊഴി കൊടുക്കാൻ പോവായിരുന്നു. പിന്നെ നമ്മളെ MLA കൂടെ ജയിച്ചു. ഞാൻ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്തുണ്ട്. ഇപ്പം പറയും ചെയ്യുന്നുണ്ട്. ചാത്തന്നൂരിൽ ഇപ്പോ BJP ആണ് ജയിച്ചു വന്നിരിക്കുന്നത്. എല്ലാവരും BJP കയറിയ സമയത്തുള്ള ഒരു ചുരുക്ക് അത് ഇതിനും കഴിഞ്ഞ ആഴ്ച ഇവൻ വന്ന് അവിടെ നിന്ന് എല്ലാവരും ചീത്ത വിളിച്ചു. പക്ഷെ പേരെടുത്ത് വിളിക്കാത്തോണ്ട് ആരും മിണ്ടിയില്ല. അങ്ങനെ പേരെടുത്ത് വിളിക്കാത്തോണ്ട് ആരും ഒരുപാട് പേര് ചീത്ത വിളിച്ചു കഴിഞ്ഞ ആഴ്ച. അന്നേരം ഞാൻ എന്നെ ചേർത്താ വിളിച്ചത്. ഞാൻ അന്നേരം പ്രതികരിക്കുന്നെങ്കിൽ അന്ന് അല്ലാതെ ഈ സമീപവാസി അയൽവാസി ബന്ധുവൊന്നുമല്ല. ജാതിപ്പേര് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കാറുണ്ട്. അങ്ങനെയുണ്ട്. പ്രകോപനം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രകോപനം സൃഷ്ടിക്കാറുണ്ട്. സൃഷ്ടിച്ചിട്ട് ചെയ്യുക. അന്നേരം ഞാൻ മിണ്ടാതെ പോയി. ഇപ്പം വന്നപ്പോ എന്നെ ജാതിപ്പേര് വിളിച്ചു. ഇപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു. ഒരു സമയത്ത് കയ്യിൽ കത്തിയുള്ള കാര്യം വന്നത്. ഇങ്ങനെ പിടിച്ച് തെള്ളുന്ന എനിക്ക് തെള്ളിയതാ. തെള്ളിയ സമയത്ത് കത്തിയാൻ ചോദിച്ചു. കയറ്റി ഞാൻ അറിയുന്നില്ല. അങ്ങനെ എന്റെ ഒരാൾ ഓടി വന്ന് പിടിച്ചു മാറ്റിയപ്പം പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ചോരയെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എന്നാലും നിന്റെ കൈ മുറിഞ്ഞാൽ കത്തി കാണുമോ? കത്തി ഉണ്ടാ വീശിയല്ലോ. 5-6 വട്ടം വീശി കഴുത്തിന് വീശിയതാ. പക്ഷെ ഇങ്ങനെ കഴുത്തിന് കുത്തിയപ്പോ ഇങ്ങനെ കയറിയതാ. ഇവിടെ കയറി. അങ്ങനെ ഞാനങ്ങനെ നോക്കിയപ്പോൾ ഷർട്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞേ ഇയാള് നീ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യടാ, നിനക്ക് ഇപ്പം പണി നിന്റെ ദേഹം തരുമെന്ന്. അങ്ങനെ ഒലിക്കുന്നത് ഇവിടെ മൊത്തം കുത്തിയിട്ട് വലിച്ചു കളഞ്ഞു. കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്ത പരിപാടി. ഒരു പരിശ്രമം തന്നെയാണെന്ന് പറയാം. തന്നെയാണ് അവർക്കൊരു ഇതാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ എത്ര സ്റ്റിച്ച് ആഴത്തിലുള്ള മുറിവുണ്ട്? 3 ലെയർ അകത്തുണ്ട്. മേളില് ഇതുണ്ട്, സ്റ്റാപ്ലറും ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് വേറെ അങ്ങോട്ടെങ്കിലും റെഫർ ചെയ്തോ? എന്റെ വീട്ടിൽ ഇപ്പൊ കൈക്കുഞ്ഞേ ഉള്ളൂ, അമ്മയില്ല. എനിക്ക് പോകണം. ഞാൻ ഡിസ്ചാർജ് ചോദിച്ചു മേടിച്ച് മടങ്ങുക. നാളെ രാവിലെ വരും. ഞാൻ വീട്ടിൽ ആരുമില്ല, കൈക്കുഞ്ഞാ. ഓക്കെ.